രക്ഷാകര ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി മാറിയ തിരുജനനത്തിൻ്റെ ആചരണവും അനുസ്മരണവും കൊണ്ടാടുന്ന ഈ ധന്യ നിമിഷത്തിൽ ഏവർക്കും ഉണ്ണി മിശിഹായുടെ തിരുജനനത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. രക്ഷാകര ചരിത്രം അതൊരു മിശിഹ സംഭവം മാത്രമല്ല, അത് നാം എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷാകരമായ ഇടപെടലുകൾ ഉണ്ടായതിൻ്റെ ഒരു ചരിത്രവും കൂടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ രക്ഷാകര ചരിത്രത്തിലെ ഇടപെടലുകളുടെ കഥകൾ പറയാനുണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ രക്ഷാകര ചരിത്രത്തിലെ അസ്വസ്ഥതകൾ അനുഭവിച്ച നിമിഷങ്ങളിൽ വ്യക്തവും കൃത്യവുമായ ഇടപെടലിലൂടെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലെ മിശിഹായുടെ രക്ഷാകരാനുഭവത്തിൻ്റെ ഇടപെടൽ ആയിരുന്നു. പഴയ നിയമ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, തൻ്റെ ഭർത്താവായ ഇസഹാക്ക് ആരാണെന്ന് അറിയാതെ, ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴികൾ അറിയാതെ ഇറങ്ങിപ്പുറപ്പെടുന്ന, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഇറങ്ങിപ്പുറപ്പെടുന്ന റബ്ബേക്ക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാതോർക്കുന്നവൻ. വീണ്ടും പിന്തിരിഞ്ഞു നോക്കിയാൽ കാണുവാൻ കഴിയും, മക്കളില്ലാത്തതിൻ്റെ വേദന പേറി കണ്ണുനീരോടുകൂടി കാത്തിരുന്ന ഒരു ഹന്ന, അവള് ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് തൻ്റെ ഹൃദയവേദനകള് ബലിപീഠത്തിന് മുൻപില് ഏറെ സ്നേഹത്തോടെ കണ്ണുനീരോടുകൂടി ചൊരിയുന്നവള്, അവളും വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി. നമുക്ക് ഏവർക്കും അറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു മംഗളവാർത്തയുണ്ടായത്. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലും ഒരു മംഗളവാർത്തയുണ്ടായി. അത് ഏറെ മംഗളകരമായ ഒന്നായിരുന്നില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ വിവാഹത്തിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ടവൾ ഗർഭവതിയായി എന്നറിഞ്ഞ ആ നിമിഷം അത് ഔസേപ്പിതാവിന് വിചാരിക്കുന്നതിലധികം ദുഃഖമുളവാക്കിയ ഒരു കാര്യമാണ്. കാരണം യഹൂദ നിയമപ്രകാരം വിവാഹത്തിന് മുൻപ് ഗർഭവതിയായാൽ അവൾ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയോ അതോടൊപ്പം തന്നെ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയുമാണ് ചെയ്യുന്നത്. ഇത്തരുണത്തിൽ ഔസേപ്പിതാവിൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉളവായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ നിശ്ചയിച്ച ആ നിമിഷത്തിൽ സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്നറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും സമ്മതം പറഞ്ഞ വിശുദ്ധ ഔസേപ്പിതാവ്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇതുപോലെയാണ് കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുക. വ്യതിരിക്തങ്ങളായ അനുഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നമുക്ക് ഏൽക്കേണ്ടി വരുന്ന നിമിഷത്തിൽ നമ്മുടെ കൂടെ നിന്ന് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മോട് ചേർന്ന് നിൽക്കാൻ, നമ്മെ ചേർത്ത് നടത്താൻ ഒരു മിശിഹ നമുക്കിന്ന് ജനിച്ചിരിക്കുന്നു. അതെ, പുൽക്കൂട്ടിലെ ഉണ്ണി തൻ്റെ ഔന്നത്യം വെടിഞ്ഞ് സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നാം ഓരോരുത്തരും ഇന്നായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നാം എത്രത്തോളം ഉന്നതിയിലാണോ അത്രത്തോളം നാം താഴ്മയിലേക്ക് ഇറങ്ങേണ്ടവരാണ് എന്ന സത്യവും ഈ ഉണ്ണി മിശിഹ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെ സഹോദരങ്ങളെ, നമുക്ക് ഒന്നു ചേർന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ ഒരു തിരുപ്പിറവിക്ക് ഇടമൊരുക്കാം. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ണി പിറക്കുന്നത് പോലെ തന്നെ നാം ആയിരിക്കുന്ന സാഹചര്യത്തിലും നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നാം ഇടപെടുന്ന എല്ലാ തലങ്ങളിലും ഉണ്ണി മിശിഹായെ വഹിക്കുന്നവരും ഉണ്ണി മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നവരും ഉണ്ണി മിശിഹായുടെ സ്നേഹവും കരുതലും നൽകുന്നവരുമായി നമുക്ക് മാറാം. ഈ ക്രിസ്മസ് ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒന്നായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും
സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകൾ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.